കുട്ടനാടൻ ജനതയെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനെന്ന പേരിൽ തോട്ടപ്പള്ളി പൊഴിമുഖത്ത് നടത്തിയ മണൽ ഖനനം CMRLനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി ആസൂത്രണം ചെയ്തതെന്ന് മാത്യു കുഴൽനാടൻ MLA. ഇതിന്റെ പ്രതിഫലമായാണ് മുഖ്യമന്ത്രിയുടെ മകൾ വീണയുടെ എക്സാലോജി കമ്പനിക്ക് മാസപ്പടി നൽകിയതെന്നും മാത്യു കുഴൽനാടൻ കൊച്ചിയിൽ ആരോപിച്ചു. കുട്ടനാട്ടിൽ വെള്ളപ്പൊക്കമുണ്ടാകുമെന്നതിന്റെ പേരിൽ തോട്ടപ്പള്ളി അഴിമുഖത്തെ കരിമണൽ ഖനനം നടത്തിയത് CMRLനെ രക്ഷിക്കാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ആസൂത്രണം ചെയ്തതാണെന്നതിന്റെ രേഖകളാണ് മാത്യു കുഴൽനാടൻ MLA പുറത്തുവിട്ടത്. CMRL അടച്ചുപൂട്ടൽ ഭീഷണിയിലാണെന്നും കേന്ദ്ര പൊതുമേഖലാ കമ്പനിയായ IREL ആവശ്യത്തിന് ഇൽമിനേറ്റ് നൽകുന്നില്ലെന്നും അതിന് നടപടിയെടുക്കണമെന്നും ആവശ്യപ്പെട്ട് 2017 ഫെബ്രുവരി 6-ന് CMRL സംയുക്ത ട്രേഡ് യൂണിയൻ നൽകിയ പരാതിയിൽ നിന്നാണ് അഴിമതിയുടെ തുടക്കം. നടപടി സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ആലപ്പുഴ കളക്ടർ പൊഴിമുഖത്തു നിന്നും മണൽ ഖനനം നടത്താൻ ഉത്തരവിട്ടു. Chief Engineer is directed to take urgent action to execute necessary agreement with the PSU mentioned above and move forward to avoid the loss of sand during impending monsoon. Why are you concerned about the loss of sand? Who is concerned about the loss of sand? Why the government, the Chief Minister, the Minister, the Disaster Management Authority should be concerned about the loss of the sand? Loss of sand is the concern of CMRL. ഒരു സംശയം വേണ്ട. Not the കുട്ടനാട്ടിലെ ആളുകൾക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. So the whole intention, ഞാൻ നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ 27/10/2017 ചേർന്ന യോഗം, ആ യോഗം എയിം ചെയ്തത് തോട്ടപ്പള്ളിയിലെ കരിമണലിന് വേണ്ടിയിട്ടായിരുന്നു. ഖനനം ചെയ്യുന്ന മണലിന്റെ വില നിശ്ചയിക്കാൻ പൊതുമേഖലാ സ്ഥാപനത്തെ ഏർപ്പെടുത്തിയെങ്കിലും അത് ലഭിക്കുന്നില്ലെന്ന് പറഞ്ഞ ക്യൂബിക് മീറ്ററിന് 464 രൂപയ്ക്ക് കരിമണൽ കടത്തുകയായിരുന്നു. ലോഡിന് വെറും 1200 രൂപയ്ക്കാണ് ധാതുമണൽ KMMLന് നൽകിയത്. തുടർന്ന് CMRLും IRELും സംയുക്തമായ കമ്പനിക്ക് ഇൽമിനേറ്റ് മറിച്ച് നൽകുകയായിരുന്നു. കുട്ടനാട്ടിലെ ജനങ്ങളെ വെള്ളപ്പൊക്കത്തിൽ നിന്നും രക്ഷിക്കാനെന്ന നടപടിയുടെ പേരിലാണ് ഇത് അവതരിപ്പിക്കപ്പെട്ടത്. എത്ര ലോഡ് മണൽ കടത്തിയെന്നും ഇതിലൂടെ സർക്കാരിന് എത്ര രൂപ നഷ്ടമുണ്ടായെന്നും പിന്നീട് വെളിപ്പെടുത്തുമെന്നും മാത്യു കുഴൽനാടൻ MLA വ്യക്തമാക്കി. അമൃത ന്യൂസ്, കൊച്ചി.